12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 14 വയസ്സുകാരൻ പീഡിപ്പിച്ചിരിക്കുകയാണ്. ഈ 14 വയസ്സുകാരന് ഈ 12 വയസ്സുകാരിയുടെ സ്വന്തം സഹോദരനാണ്. ഒരമ്മയുടെ അതേ വയറ്റിൽ പിറന്ന 2 മക്കള്. കേരളത്തിന്റെ പോക്കെന്താണ്? കേരളം ഇപ്പം ഭയങ്കര അഴിഞ്ഞാട്ടങ്ങളുടെയും അക്രമങ്ങളുടെയും നാടായി മാറിയിരിക്കുകയാണ്. ഈ പയ്യന് ലഹരിക്കടിമയാണ്. അതുമാത്രമല്ല, സ്കൂളുകളിൽ ലഹരി വിൽക്കുന്ന ഏജന്റ് കൂടിയാണ് ഇവന്. ഇനി ഈ സ്കൂളുകളിലെ ബോധവൽക്കരണ ക്ലാസ്സുകളോ കൗൺസിലിങ്ങോ ഒന്നും നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം അത്രത്തോളം വ്യാപകമായിട്ടിരിക്കുകയാണ്. ഇവനെ പിടിച്ച് ചോദ്യം ചെയ്ത് ഇവൻ്റെ പിന്നിലുള്ള ആളുകളെ ആരാന്ന് മനസ്സിലാക്കി ആ മാഫിയെ വേരോടെ അറക്കുകയാണ് ചെയ്യേണ്ടത്. അതേ ഇതിന് ഇനിയും ഒരു പ്രതിവിധിയുള്ളൂ. അല്ലാതെ ബോധവൽക്കരണ ക്ലാസ്സുകളൊന്നും നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇപ്പോഴും ഈ കേരളത്തിൽ ഇതുപോലെ സുലഭമാകണമെങ്കിൽ നമ്മുടെ നിയമത്തിന് ഇത്രയ്ക്ക് ഉള്ളൂ എന്നുള്ള രീതിയാണ്. എന്തു ചെയ്താലും ശിക്ഷയ്ക്ക് ഇത്രയും പ്രസക്തിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴും സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ലഹരികൾ വിൽക്കുന്നത്. അതും ചെറിയ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പം വിൽപ്പന നടക്കുന്നത്.